നമസ്കാരം, എൻ്റെ പേര് രശ്മി. ഞാൻ SUT ഹോസ്പിറ്റലിലെ ചൈൽഡ് ഡെവലപ്മെൻറ്റൽ തെറാപ്പിസ്റ്റാണ്. ഞാൻ ഇന്ന് നിങ്ങൾക്ക് മുന്നേ ഷെയർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് കുഞ്ഞുങ്ങളുടെ ബിഹേവിയർ പ്രോബ്ലംസിനെ പറ്റിയിട്ടാണ്. അപ്പോൾ എല്ലാ പാരൻസിനും ഒരു കൺസേൺ ആണ്, ഒരു ഏജൊക്കെ കഴിയുമ്പോൾ കുട്ടികൾ ഈ രീതിയിൽ പെരുമാറുന്നു, അല്ലെങ്കിൽ നമ്മൾ പറയുന്നതൊന്നും കേൾക്കുന്നില്ല, ഭയങ്കര പിടിവാശിയാണ്, ഭയങ്കരമായിട്ട് നമ്മളുമായിട്ട് പാരൻസുമായിട്ടുള്ള അറ്റാച്ച്മെൻറ്റ് കുറവാണ് എന്ന കൺസേൺസ് ഒക്കെ നമുക്ക് പാരൻസിനുണ്ട്. മെയിൻലി നമുക്ക് ഈ ഒരു കൺസേൺസ് വരുന്നത് അഡോളസെൻ്റ് ഏജിലേക്ക് പോകുന്ന കുഞ്ഞുങ്ങളിലാണ് നമ്മൾ കൂടുതലും കണ്ടുവരുന്നത്. കാരണം അവർ അവരുടേതായ ഒരു ലോകത്തായിട്ടിരിക്കുക, അവരുടെ ഫ്രണ്ട്സ് ആയിരിക്കും അവരുടെ പ്രയോറിറ്റി, വീട്ടുകാരുമായിട്ടുള്ള അവരുമായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ കുറവ്, എന്തെങ്കിലും ആവശ്യമുള്ള കാര്യങ്ങൾ മാത്രം സംസാരിക്കുക എന്ന രീതിയിലായിരിക്കും കുഞ്ഞുങ്ങൾ ഈ അഡോളസെൻ്റ് ഏജിലേക്ക് പോകുന്ന ആ ഒരു ടൈമിൽ കണ്ടുവരുന്നത്. സോ ഫസ്റ്റ് നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മൾ ഓരോ കുഞ്ഞിൻ്റെയും വീട്ടിലെ അറ്റ്മോസ്ഫിയർ ഡിഫറെൻ്റ് ആയിരിക്കും. അപ്പോൾ അവിടുത്തെ എൻവയൺമെൻറ്റ് എങ്ങനെയാണ് എന്ന രീതിയിലായിരിക്കും ഈ കുഞ്ഞുങ്ങൾ വളർന്നു വരുമ്പോഴും അവരുടെ ബിഹേവിയർ എങ്ങനെയായിരിക്കണം, അല്ലെങ്കിൽ എങ്ങനെയാണ് പോകുന്നതെന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്. കാരണം ചില വീട്ടിൽ നല്ല കാം ആൻഡ് ക്വയറ്റ് ആയിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയർ ആയിരിക്കും, ചില വീട്ടിൽ അങ്ങനെയല്ല, ഭയങ്കര ഇമോഷണലി അല്ലെങ്കിൽ എന്തെങ്കിലും പ്രശ്നങ്ങളുള്ള കുടുംബങ്ങളായിരിക്കും. അപ്പോൾ ആ രീതിയിലുള്ള ബിഹേവിയറൽ ചേഞ്ചസും അല്ലെങ്കിൽ ആ രീതിയിലുള്ള കാഴ്ചപ്പാടിൽ കണ്ടുവരികയും മാത്രമല്ല അവിടെ യൂസ് ചെയ്യുന്ന വാക്കുകൾ ബാഡ് വേർഡ്സ് ആണെങ്കിൽ അതല്ല, ഭയങ്കരമായിട്ട് സെൻറ്റിമെൻ്റലാണ്. അപ്പോൾ ആ രീതിയിലുള്ള അപ്രോച്ചസ് ആയിരിക്കും കുട്ടികൾ പിന്നെ ഫ്യൂച്ചറിൽ അതല്ല വളർന്നു വരുന്ന സമയത്ത് അവർ കൂടുതലും ഉപയോഗിക്കാനായിട്ട് യൂസ് ചെയ്യുന്നതും. കാരണം അങ്ങനെയായിരിക്കും അവർ വളർന്നതും, അങ്ങനത്തെ വാക്കുകളായിരിക്കും അവർ കേട്ട് വളർന്നതും. അപ്പോൾ ഇതെല്ലാം നമ്മൾ പാരൻസ് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. പ്രത്യേകിച്ച് ഇപ്പോഴത്തെ ഈ ഒരു ജനറേഷൻ അല്ലെങ്കിൽ ഇപ്പോഴത്തെ ഈ ഒരു ലോകത്ത് നമ്മൾ കൂടുതലായിട്ടും കുഞ്ഞുങ്ങളെ നമ്മൾ ശ്രദ്ധിക്കണം. അതിന് വേണ്ടത് നമ്മൾ മാക്സിമം, നമുക്ക് കഴിയാത്തൊരു കാര്യമാണ് ദേഷ്യപ്പെടാതിരിക്കുക എന്നുള്ളത്, പക്ഷേ നമ്മൾ മാക്സിമം നമ്മുടെ ദേഷ്യം ഒന്ന് കൺട്രോൾ ചെയ്യുക, കുഞ്ഞുങ്ങളുമായിട്ട് കൂടുതലായിട്ട് മിങ്കിൾ ചെയ്യാനായിട്ട് നമ്മൾ ശ്രദ്ധിക്കുക. അഡോളസെൻ്റ് ടീനേജ് ആ ഒരു ഗ്രൂപ്പ് ഏജൊക്കെ ആണെന്നുണ്ടെങ്കിൽ അവർക്ക് പല രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും അല്ലേ. നമ്മളിപ്പോൾ ഒരു കാര്യം ഒരു നോ പറയുന്ന സമയത്ത് അവർക്കത് അക്സെപ്റ്റ് ചെയ്യാൻ ഒരു ബുദ്ധിമുട്ട് വളരെ രീതിയിൽ നമ്മൾ കണ്ടുവരുന്നുണ്ട്. സോ അവർക്ക് പല രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് അവർ ചോദിക്കുന്നത്, അതെന്താ ഞാൻ ഇങ്ങനെ ചെയ്താൽ, ഞാൻ അവിടെ പോയാൽ എന്താ സംഭവിക്കുന്നത്, എനിക്കെന്താ ഇങ്ങനെ ചെയ്തുകൂടാത്ത, ഇങ്ങനത്തെ കുറേ ക്വസ്റ്റ്യൻസ്, കുറേ ഇറിറ്റേറ്റിംഗ് ക്വസ്റ്റ്യൻസ് അഡോൾസെൻ്റ് ഏജിൽ അല്ലെങ്കിൽ ആ ഒരു ടീനേജ് ഗ്രൂപ്പിലുള്ള കുട്ടികൾ നമ്മളോട് ചോദിക്കും. അതുകൊണ്ട് തന്നെ നമ്മൾ എന്താ ചെയ്യേണ്ടത്, നമ്മൾ ആ ചോദിക്കുന്ന ചോദ്യത്തെ നമ്മൾ ചിലപ്പോൾ നമ്മുടെ മാനസികാവസ്ഥ അല്ലെങ്കിൽ നമ്മൾക്ക് വർക്ക് സ്ട്രെസ് അങ്ങനത്തെ ഒരു ഡിപ്രസ്ഡ് മൂഡ് അങ്ങനത്തെ ഒരു മൂഡിലേക്ക് ഇരിക്കുന്ന ടൈമിനാണെന്നുണ്ടെങ്കിൽ നമ്മൾ അവർ പറയുന്നതിന് കറക്റ്റായിട്ടുള്ള ഉത്തരം കൊടുക്കാനായിട്ട് നമ്മൾ ശ്രമിക്കാറില്ല. നമ്മൾ പലപ്പോഴും അവരോട് ദേഷ്യപ്പെടുകയും അല്ലെങ്കിൽ നീ അങ്ങനെ ചെയ്താൽ മതി, ഞാൻ പറയുന്നത് കേട്ടാൽ മതി എന്ന രീതിയിലായിരിക്കും നമ്മൾ അവരോട് ബിഹേവ് ചെയ്യുന്നത്. അപ്പോൾ അവർ എന്താ മനസ്സിലാക്കുന്നത്, ആ ഒരു നമ്മൾ എത്രത്തോളം ഷൗട്ട് ചെയ്യുന്നു അതിലുപരി അവർ ദേഷ്യം കാണിക്കാനും ഫുഡ് കഴിക്കാതിരിക്കാൻ ഇതൊക്കെയാണ് കുഞ്ഞുങ്ങൾ ചെയ്യുന്നത്. ആ ഒരു രീതിയിൽ അവരുടെ ഹാബിറ്റ് അല്ലെങ്കിൽ അവരുടെ ആ ഒരു നേച്ചർ വളർന്നു വരാനുള്ള ചാൻസസ് കൂടുതലാണ്. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ മാക്സിമം നമ്മുടെ ദേഷ്യം ഒന്ന് കൺട്രോൾ ചെയ്യുക, കുഞ്ഞുങ്ങളുമായിട്ട് മാക്സിമം നമ്മൾ ഫ്രീ ആയിട്ട് ഇടപെടാനായിട്ട് ശ്രദ്ധിക്കുക, അവർക്കൊരു ഫ്രീ സ്പേസ് നമ്മൾ ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ളത്. അതായത് എന്ത് കാര്യവും തുറന്നു പറയാനുള്ള ആ ഒരു സ്പേസ് നമ്മൾ കുഞ്ഞുങ്ങൾക്ക് ഉണ്ടാക്കി കൊടുക്കണം. മാത്രമല്ല ഇമോഷണലി നമ്മൾ കുട്ടികളുമായിട്ട് ഭയങ്കര വലിയ രീതിയിൽ ഒരു അറ്റാച്ച്മെൻറ്റ് നമ്മൾ കൊച്ചിലെ തന്നെ, അതായത് ഒരു 2 years ഒക്കെ ആകുമ്പോൾ തന്നെ അവരോട് ടൈം സ്പെൻഡ് ചെയ്ത് അവരോട് എല്ലാ കാര്യങ്ങളും ചോദിച്ചു, ഇപ്പോൾ പ്രീ സ്കൂൾ അല്ലെങ്കിൽ പ്ലേ സ്കൂൾ, അങ്ങനെയൊക്കെ വിടുന്നവരുണ്ടല്ലോ. അപ്പോൾ ആ ടൈമിലോട് തന്നെ നമ്മൾ കുട്ടികൾ വീട്ടിൽ വരുന്ന സമയത്ത് ഇന്ന് എന്തൊക്കെയാണ് പഠിപ്പിച്ചത്, ആ ഒരു ശീലം നമ്മൾ കീപ്പപ്പ് ചെയ്ത് കൊണ്ടുപോകാനായിട്ട് ശ്രദ്ധിക്കുക. മിക്ക വീടുകളിലുമുള്ള വർക്കിംഗ് പാരൻസ് ആണെങ്കിൽ കൂടി നമുക്ക് കുഞ്ഞുങ്ങളിൽ അവർക്ക് ടൈം സ്പെൻഡ് ചെയ്യാനുള്ള സമയം നമ്മൾ കണ്ടെത്തുകയാണ് മെയിൻലി നമ്മൾ വേണ്ടത്. പിന്നെ മാത്രമല്ല ഇപ്പോഴത്തെ നമ്മുടെ ട്രെൻഡ് അറിയാം, ഗാഡ്ജറ്റ്സ് ആണ്. പല രീതിയിലുള്ള ഗാഡ്ജറ്റ്സ് നമുക്ക് അവൈലബിൾ ആണ്. സോ അവരത് യൂസ് ചെയ്യുന്നുണ്ട്, നമുക്ക് അതിൽ നോ പറയാനുള്ള റൈറ്റ് ഇല്ല. കാരണം നമ്മളും ഈ രീതിയിലുള്ള ഗാഡ്ജറ്റ്സ് യൂസ് ചെയ്യുന്നത്, മൊബൈൽ ഫോൺ, കമ്പ്യൂട്ടർ, ലാപ്ടോപ്പ് ഇങ്ങനത്തെ കാര്യങ്ങൾ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. നമ്മുടെ വർക്കിൻ്റെ ഭാഗമായിട്ടാണെങ്കിലും നമുക്കത് ഒഴിച്ചുകൂടാൻ പറ്റാത്തൊരു കാര്യം തന്നെയാണ്. സോ നമ്മൾ ഗാഡ്ജറ്റ്സ് യൂസ് ചെയ്യുന്നത് അതിൻ്റെ തെറ്റും ശരിയും എന്താണെന്നുള്ളത് നമ്മൾ കുഞ്ഞുങ്ങളെ പറഞ്ഞ് മനസ്സിലാക്കുക. മാത്രമല്ല വീടുകളിൽ കമ്പ്യൂട്ടർ അങ്ങനത്തെ കാര്യങ്ങൾ വയ്ക്കുകയാണെന്നെങ്കിൽ കഴിവതും കുട്ടികളുടെ
കുഞ്ഞുങ്ങളുടെ റൂംസിൽ വെക്കാണ്ടിരിക്കുക, ഓപ്പൺ ഹോൾ, അതായത് ഹോളിൽ അങ്ങനത്തെ സ്ഥലങ്ങളിൽ വേണം കുഞ്ഞുങ്ങൾക്ക് നമുക്ക് ഗാഡ്ജറ്റ്സ് വെച്ച് കൊടുക്കാനായിട്ട്. ഇപ്പോൾ കുട്ടികൾക്ക് നമ്മൾ നോ പറയുന്നതിൽ അവർക്ക് എക്സ്പ്ലനേഷൻ ക്ലിയർ ആൻഡ് കട്ടായിട്ട് നമ്മൾ കൊടുക്കേണ്ടതും അത്യാവശ്യമാണ്. കാരണം എന്തുകൊണ്ട് അത് ചെയ്തുകൂടാ, എന്തുകൊണ്ട് ഇത്ര നേരം നമ്മൾ ടി വി കണ്ടുകൂടാ, അല്ലെങ്കിൽ സ്ക്രീൻ ടൈം ഇത്ര നേരം യൂസ് ചെയ്യാൻ പാടില്ല, എന്തുകൊണ്ടാണ്, അങ്ങനത്തെ രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ഇവരുടെ മനസ്സിലുണ്ട്. പക്ഷേ നമുക്ക് അതിൻ്റെ പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് കാര്യങ്ങൾ നമ്മൾ കുഞ്ഞുങ്ങളോട് പറഞ്ഞു കൊടുക്കേണ്ടത് വളരെയധികം അത്യാവശ്യമാണ്. മാത്രമല്ല നമുക്കറിയാം ഡ്രഗ്സിൻ്റെ ഉപയോഗം വളരെ രീതിയിൽ തന്നെ ഇപ്പോൾ നമുക്ക് കണ്ടുവരുന്നുണ്ട്. അപ്പോൾ അത് എങ്ങനെ കിട്ടുന്നു, കുട്ടികൾക്ക് എങ്ങനെ കിട്ടുന്നു എന്നുള്ളതിൽ ഒരു ക്വസ്റ്റ്യൻ തന്നെയാണ്. അപ്പോൾ നമ്മൾ ചിലപ്പോൾ കുഞ്ഞുങ്ങൾ വേറൊരു തേർഡ് പേഴ്സണുമായിട്ടൊന്ന് സംസാരിക്കുകയും ചിലപ്പോൾ ബസ്സിലൊക്കെ ഒറ്റയ്ക്ക് പോകുന്ന കുട്ടികളുണ്ടാവും, അപ്പോൾ പരിചയപ്പെടുകയും അപ്പോൾ ഈ വക ഡ്രഗ്സിൻ്റെ ആ ഒരു രീതിയിലോട്ട് പോകാനൊക്കെ ചാൻസസ്, ആ ഒരു വഴിയൊക്കെ ഉണ്ട് നമ്മുടെ ഇപ്പോഴത്തെ ഈ ഒരു ജനറേഷനിൽ. അപ്പോൾ നമ്മൾ കൂടുതലും കുട്ടികളായിട്ട് മിങ്കിൾ ചെയ്താൽ മാത്രമേ അവർ പുറത്ത് നടക്കുന്ന കാര്യങ്ങൾ, അല്ലെങ്കിൽ സ്കൂളിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിലോ, അല്ലെങ്കിൽ പോകുന്ന വഴിക്ക് പ്രശ്നം ഉണ്ടെങ്കിലോ, അല്ലെങ്കിൽ വീട്ടിലാണെങ്കിൽ കൂടിയും എന്തൊക്കെ പ്രശ്നങ്ങളാണെന്നുള്ളത് നമ്മളോട് തുറന്ന് പറയത്തുള്ളൂ. നമ്മൾ അവരിലൊരു കേൾവിക്കാരിയായിട്ട് മാത്രം ഇരിക്കുക എന്നുള്ളതാണ് ഫസ്റ്റ് ഓഫ് ഓൾ വേണ്ടത്. കാരണം നമ്മൾ അവരോട് എതിർത്ത് സംസാരിക്കുക അല്ലെങ്കിൽ ദേഷ്യപ്പെടുകയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ കുഞ്ഞുങ്ങൾക്ക് കൂടുതൽ ഭയം ഉണ്ടാകുകയും ഫിയർ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ അമ്മ വഴക്ക് പറയുമോ, അച്ഛൻ വഴക്ക് പറയും, ഇത് പറഞ്ഞാൽ അവരെന്ത് വിചാരിക്കും എന്നുള്ളൊരു തോട്ടിലായിരിക്കും അവർ പോകുന്നത്. അപ്പോൾ തന്നെ അവർക്ക് എന്തെങ്കിലും പറയാനുള്ള കാര്യമാണെങ്കിൽ കൂടിയും അവർ നമ്മളോട് ഓപ്പൺ അപ്പായിട്ട് പറയാനുള്ള ചാൻസസ് വളരെയധികം കുറവ് തന്നെ ആയിരിക്കും. സോ നമ്മൾ ഈ കുറച്ച് കാര്യങ്ങൾ നമ്മൾ കൺട്രോൾ ചെയ്യേണ്ട നമ്മുടെ ദേഷ്യമാണ്. നമുക്ക് പറ്റത്തില്ല എങ്കിൽ കൂടി നമ്മൾ മാക്സിമം കൺട്രോൾ ചെയ്യുക. കുഞ്ഞുങ്ങളുമായിട്ട് എത്രത്തോളം മിങ്കിളാവാനോ, എത്രത്തോളം ഫ്രണ്ട്ഷിപ്പ് ആവാനോ, ഇമോഷണൽ ബോണ്ട് കൂട്ടാൻ പറ്റുമോ ആ രീതിയിലുള്ള കാര്യങ്ങൾ അവരോട് ചെയ്യുക. അവരോട് കൂടെ കളിക്കുക. അവർക്ക് ഫ്രണ്ട് സർക്കിളാണ് ഉണ്ട് എന്നുണ്ടെങ്കിൽ ആ ഒരു ഗ്യാപ്പ് എന്ന് വെച്ചാൽ മിക്ക കുഞ്ഞുങ്ങളും ഒരു ഡിസ്റ്റൻസ് ഇടും. അവരുടെ ഫ്രണ്ട്സ് പറയുന്നതാണ് ഏറ്റവും വലുത് എന്നുള്ളൊരു കാര്യം. പക്ഷെ അവർ ഫ്രണ്ട്സ് പറയുന്ന കാര്യം നമ്മളോടും കൂടി ഷെയർ ചെയ്യാനായിട്ട് അവരോട് നമ്മൾ കാര്യമായിട്ട് സംസാരിക്കുക. നമ്മൾ അവരോട് ഒരു ഫ്രണ്ട്ഷിപ്പ് കീപ്പ് ചെയ്ത് മെയിൻറ്റെയിൻ ചെയ്ത് പോവുക. ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഒരു വിധത്തിൽ നമുക്ക് കുഞ്ഞുങ്ങളുടെ ഇമോഷൻസ്, അല്ലെങ്കിൽ അവർക്ക് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ, ഡിപ്രഷൻ ആണോ എന്ന രീതിയിലുള്ള കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഇവരുടെ ബിഹേവിയർ പ്രോബ്ലം നമുക്ക് ആ ഒരു പോസിറ്റീവ് ആറ്റിറ്റ്യൂഡിലൂടെ നമുക്ക് കൊണ്ടുപോകാനായിട്ട് സാധിക്കുകയും ചെയ്യും. ഇത്രയും കാര്യങ്ങൾ മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു.